ഹായ് ഫ്രണ്ട്സ്, ഇത് നമിയാണ്. അപ്പോൾ നമ്മളിന്ന് മഞ്ഞ് കാണാനാണ് പോണത്. നിങ്ങൾക്ക് ടൈറ്റിൽ കണ്ടപ്പോൾ മനസ്സിലായല്ലോ. അപ്പോൾ ഇതിപ്പോൾ ഞങ്ങളുടെ വീടിൻ്റെ തൊട്ടടുത്തായിട്ടാണ് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും ഞങ്ങളുടെ സ്ഥലത്ത് മഞ്ഞ് പെയ്തിട്ടില്ല, പക്ഷെ നല്ല തണുപ്പുണ്ട്. അപ്പോൾ അങ്ങനത്തെ സമയങ്ങളിൽ നമുക്കറിയാം അവിടെ ഇപ്പോൾ നിങ്ങൾ ബാക്കിൽ കാണുന്ന കുന്നിൻ്റെ അവിടെ എന്തായാലും മഞ്ഞുണ്ട് എന്ന് നമുക്കറിയാം. അപ്പോൾ നിങ്ങൾ ശരിക്കും നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റില്ല, ഇങ്ങനെ ശരിക്കും പൗഡർ നമ്മൾ മുഖത്തൊക്കെ ഇടുന്ന പൗഡറില്ലേ, അതിങ്ങനെ വിതറിയാൽ എങ്ങനെ ഉണ്ടാവും മരങ്ങളുടെ മേലെ, അതുപോലെ നമുക്ക് ദൂരെ നിന്ന് കാണാൻ പറ്റും. അപ്പോൾ നമ്മളിപ്പോൾ ആ കുന്നിൻ്റെ മേലേക്കാണ് പോകുന്നത്. അപ്പോൾ ഈ വഴികളൊക്കെ ഞാൻ നിങ്ങൾക്ക് വെറുതെ റെക്കോർഡ് ചെയ്യാണ്, ഇത് വെറുതെ ഒന്ന് ഡോക്യുമെൻ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇത് ഞങ്ങളുടെ വീടിൻ്റെ തൊട്ടടുത്താണ്, 2 മിനിറ്റ് ഡ്രൈവ് പോലും ഇല്ല. ഞങ്ങൾ ഷോപ്പ് ചെയ്യാനൊക്കെ ഇങ്ങോട്ടേക്ക് വരാറുണ്ട്. അപ്പോൾ ഇപ്പം ഞങ്ങൾ പോകുന്നതെന്ന് വെച്ചാൽ കുന്നിൻ്റെ മേലാണ് ഞാൻ പറഞ്ഞത്. അപ്പോൾ ആ ഒരു വഴികളൊക്കെ നിങ്ങൾക്ക് കാണിക്കണം. അപ്പോൾ നിങ്ങൾക്ക് നോക്കിയാൽ മനസ്സിലാവും നമ്മളിങ്ങനെ ഒരു കയറ്റത്തിലേക്കാണ് പോകണമെന്നുള്ളത്. അപ്പോൾ ഇതിൽ രസം, ഈ ഒരു വ്ളോഗ് ഞാൻ ഇവിടുന്ന് തന്നെ വ്ളോഗ് ചെയ്യാൻ തുടങ്ങിയെന്ന് വെച്ചാൽ മഞ്ഞ് ഇവിടെ ഇല്ലയെന്നുണ്ടെങ്കിൽ പോലും ആ ഒരു പ്രോഗ്രസീവായിട്ടാണെന്ന് വെച്ചാൽ ഒറ്റയടിക്കല്ലല്ലോ മഞ്ഞ് നമുക്ക് കാണാൻ പറ്റുന്ന, കുറച്ചിങ്ങനെ പതിയെ ആ ഒരു നമുക്ക് ആ ഒരു ലാൻഡ്സ്കേപ്പിനൊരു വ്യത്യാസം നമുക്ക് കാണാൻ പറ്റും. അത് ഞങ്ങൾക്ക് കാണിച്ചു തരാം എന്ന് വിചാരിച്ചിട്ടുണ്ട്. പിന്നെ വേറൊരു കാര്യം എന്ന് വെച്ചാൽ ഈ ഒരു സ്ഥലം ഞാൻ വേറൊരു വ്ളോഗിൽ സ്പ്രിംഗ് സമയത്ത് ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ നല്ല പച്ചപ്പും കുറേ പൂക്കളും ഒക്കെ കാണാൻ പറ്റുന്നൊരു സമയമാണ്. ആ വ്ളോഗ് നിങ്ങൾ കണ്ടിട്ടില്ല എന്നുണ്ടെങ്കിൽ ഈ വ്ളോഗ് കണ്ട് കഴിഞ്ഞിട്ട് നിങ്ങളത് നോക്കുക. അപ്പോൾ ഈ സ്ഥലങ്ങളുടെ ആ ഒരു വ്യത്യാസം, ആ ഒരു പ്രകൃതിയുടെ മാറ്റം നിങ്ങൾക്ക് കാണാൻ പറ്റും. വിൻ്റർ ആയതുകൊണ്ടാണ് കേട്ടോ, ഒരു ഇലകളോ ഒന്നുമില്ല. അല്ലാന്നുണ്ടെങ്കിൽ വെളിച്ചം പോലും അത്രക്കും കടക്കില്ല, കാരണം അത്രക്കും ഡെൻസായിട്ടുള്ള ഒരു സ്ഥലമാണ്. അത്രക്കും ഇലകളും ഒക്കെ വന്ന് നിറഞ്ഞിങ്ങനെ നിൽക്കുന്നൊരു സ്ഥലമാണ്. അപ്പോൾ ഫ്രണ്ട്സ്, നമ്മുടെ ഈ പോക്കിൻ്റെ ഉദ്ദേശം മെയിനായിട്ട് വ്ളോഗിങ് അല്ല. ശരിക്കും പറഞ്ഞാൽ ഞങ്ങളൊരു ചെറിയൊരു ഫോട്ടോഷൂട്ട് പ്ലാൻ ചെയ്തിട്ടുണ്ട്. ഓരോ സീസണിലും ഞങ്ങൾ മാക്സിമം, എല്ലാപ്പോഴും പറ്റാറില്ല, പക്ഷേ മാക്സിമം ഞങ്ങൾ ഓരോ സീസണിലും ഒരു ഫോട്ടോഷൂട്ട് ഞങ്ങൾ ചെയ്യാറുണ്ട്. സോഫിനേറ്റ് അവൾക്ക് നാളെ തിരിഞ്ഞു നോക്കുമ്പോൾ കുറച്ച് സൂവനീഴ്സ് വേണം, അവൾക്ക് മാത്രമല്ല നമ്മൾക്കും. ആൻഡ് പിന്നെ ഓഫ് കോഴ്സ് സോഫിനെ കൊണ്ടുപോയി മഞ്ഞ് കാണിപ്പിക്കുക, അവൾക്ക് നന്നായിട്ട് കളിക്കുക. എന്നുവെച്ചാൽ ഇവിടെ മഞ്ഞ് പെയ്യും കേട്ടോ, ഞങ്ങൾ വീടിൻ്റെ അടുത്തൊക്കെ നന്നായിട്ട് മഞ്ഞ് പെയ്തു. പക്ഷേ ഇവിടെ നമ്മൾ പോകുന്ന കുന്നിൽ വെച്ചാൽ ചുറ്റും മരങ്ങളും ഒക്കെയാണ്. അപ്പോൾ അതൊരു വേറൊരു രസം തന്നെയാണ്. പിന്നെ ഇവിടെ ഞാൻ ഒരു പ്രത്യേകം റിക്വസ്റ്റ് ചെയ്യുകയാണ്. ഞാൻ പൊതുവെ അങ്ങനെ വീഡിയോസ് അങ്ങനെ ചെയ്യാറില്ല, പക്ഷേ ഇതിൽ ഞാൻ പ്രത്യേകിച്ച് എടുത്ത് പറയുകയാണ്, നിങ്ങൾ ഈ ഒരു വീഡിയോ ഫുൾ കാണണം. കാരണം നമ്മളിപ്പോൾ മഞ്ഞുള്ള ഒരു സ്ഥലത്ത് കയറിയാൽ നിങ്ങൾക്ക് മനസ്സിലാകും ആ ഒരൊറ്റൊരു ലുക്ക് മാത്രമല്ല, ഓരോ സ്ഥലത്തും വെവ്വേറെ രീതിയാണ്. കാരണം ചില സ്ഥലങ്ങളിൽ മഞ്ഞ് ഇത്തിരി കുറവായിരിക്കും, ചില സ്ഥലങ്ങൾ അന്ന് ഇത്തിരി കൂടുതലാണ്, പക്ഷേ എല്ലാം ഭയങ്കര വ്യത്യാസമാണ് കാണാനായിട്ട്. അപ്പോൾ ഫുൾ കണ്ടു നോക്കാം. അങ്ങനെ നമ്മൾ കുന്നിൻ്റെ മേലെ എത്തി. പക്ഷെ കുന്നിൻ്റെ മേലെ എത്തി അപ്പം തന്നെ ഇവിടെ നമുക്ക് മഞ്ഞ് കാണാൻ പറ്റില്ല, അത് പതിയെയാണ് നമുക്ക് കാണാൻ പറ്റുന്നത്. ഒരു ഗ്രാജുവലിയാണ് അത് കാണാൻ പറ്റുന്നത്. ഇപ്പം നിങ്ങൾ ഇപ്പോൾ ശ്രദ്ധിക്കുകയാണെന്നുണ്ടെങ്കിൽ റൈറ്റ് സൈഡിൽ തന്നെ കുറച്ച് മഞ്ഞ് അവിടെ ഇവിടെയൊക്കെ ആയിട്ട് നിങ്ങൾക്ക് കാണാൻ പറ്റും. പക്ഷേ വെയിറ്റ് ചെയ്യുക, വളരെ നല്ല ഭംഗിയിലായിട്ട് നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ അത് ഈ വ്ളോഗിൻ്റെ അവസാനം വരെ നിങ്ങൾ നോക്കാം കേട്ടോ. ഇനി ഇവിടുന്ന് നിങ്ങളൊന്ന് നന്നായിട്ട് ശ്രദ്ധിക്കുക. ഇപ്പോഴാണ് ശരിക്കും നമ്മൾ ആ ഒരു മഞ്ഞുള്ള ഒരു സോണിലേക്ക് കടക്കണമെന്ന് പോലെ നമുക്ക് പറയാൻ പറ്റും. കണ്ടോ, വളരെ ഗ്രാജുവലായിട്ട് ഇപ്പം നമ്മൾ അവിടെ ഇവിടെയൊക്കെ മഞ്ഞില്ലാതെ കാണുന്നുണ്ട്. പിന്നെ അങ്ങോട്ട് ഉൾഭാഗത്തേക്ക് നിങ്ങൾ നോക്കിയാൽ അവിടെ വളരെയധികം വൈറ്റായിട്ട് നിങ്ങൾക്ക് കാണാൻ പറ്റും. ഇനി നിങ്ങൾ എൻജോയ് ചെയ്യുക ശരിക്കും.
ശരിക്കും പറഞ്ഞാൽ ഈ ഒരു സമയത്ത് കുറേ ആൾക്കാരുണ്ടായിരുന്നു കേട്ടോ, ഇത് കാണാനും ആസ്വദിക്കാനും ഫോട്ടോസ് എടുക്കാനും കളിക്കാനും ഒക്കെ. അപ്പോൾ ഇതിപ്പോൾ നിങ്ങൾ കാണാം, ഈ ഒരു സ്ഥലത്താണ് ഞങ്ങൾ ആദ്യം വരാൻ ഉദ്ദേശിച്ചത്. കഴിഞ്ഞ സോഫിയേക്കാൾ ചേർന്നായിരുന്നു. അപ്പോൾ ഇവിടെ വന്നൊരു ഫോട്ടോ ഷൂട്ട് ഞങ്ങൾ എടുത്തിട്ടുണ്ടായിരുന്നു. ഇവിടെ നിറച്ചു ആൾക്കാരുന്നു ഈ സ്ലെഡ്ജൊക്കെ വെച്ച് കളിക്കാനും ഒക്കെ. അവർ കളിച്ച ഓൾമോസ്റ്റ് മഞ്ഞൊക്കെ ഇല്ലാണ്ട് എന്നുള്ളൊരു രീതിയിലായിട്ട് ബ്രൗൺ കളറായി. പക്ഷേ നല്ല ഭംഗിയാണ് ഈ ഒരു സ്ഥലം കാണാൻ. ഞാൻ പ്രഗ്നൻ്റ് ആയിരുന്നപ്പോഴും ഇവിടെ വന്ന് ഫോട്ടോസ് എടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ സോഫിയ നീറ്റ് ഞാൻ വന്ന് ഫോട്ടോസ് എടുത്തിട്ടുണ്ടായിരുന്നു. നല്ലൊരു സ്ഥലമാണ്, പക്ഷേ കുറേ ആൾക്കാരുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ വേറൊരു സ്ഥലത്തേക്ക് പോകാമെന്ന് വിചാരിച്ചു. ഫവാസ്കാക്ക് ഒരു കോൾ അറ്റൻഡ് ചെയ്യാനുണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങളൊരു പാർക്കിംഗ് പ്ലോട്ടിൽ നിർത്തി. പിന്നെ നോക്കി ചുറ്റും നല്ല ഫോട്ടോസ് എടുക്കാൻ പറ്റിയൊരു സ്ഥലം ഉണ്ടോയെന്ന്. പക്ഷേ അത്ര അങ്ങോട്ട് ഇഷ്ടമായില്ല. എന്നാലും കുറച്ച് നേരം ഇവിടെ സ്പെൻഡ് ചെയ്ത് നമ്മൾ വീണ്ടും വേറെ സ്ഥലത്തേക്ക് പോകും. സഫിയ നടക്ക്. Papa. സഫിയ എങ്ങനെയുണ്ട്? തണുക്കുന്നുണ്ടോ? അങ്ങനെ നമ്മൾ സ്ഥലത്തെത്തി. അപ്പോൾ ഇവിടെയാണ് നമ്മൾ എനിക്ക് കുറച്ച് ഫോട്ടോസൊക്കെ എടുക്കാൻ പോകുന്നത്. ഞാൻ എന്തായാലും കുറച്ചൊക്കെ ഞാൻ ഷെയർ ചെയ്യാം, ഈ വീഡിയോ തന്നെ ഞാൻ ഇൻക്ലൂഡ് ചെയ്യാം. വന്നെടുത്ത ഫോട്ടോസ് ഞാൻ ഓൾറെഡി കുറച്ച് ഇൻസ്റ്റാഗ്രാമിൽ ഇട്ടിട്ടുണ്ടായിരുന്നു. ഒരുപാട് പേര് ലൈക്കും കമൻസൊക്കെ തന്നു. സോ താങ്ക് യു സോ മച്ച്. ഞങ്ങൾ ഫോളോ ചെയ്യണമെങ്കിൽ ഞാൻ വീണ്ടും പറയണം, ഞങ്ങൾ ഫോളോ ചെയ്യുക. എൻ്റെ ഹസ്ബൻഡിൻ്റെ ബ്രദറിൻ്റെ ഇൻസ്റ്റാഗ്രാം പേജും ഞാൻ ഷെയർ ചെയ്യുന്നുണ്ട്. അപ്പോൾ അവരും ഫോളോ ചെയ്യണം കേട്ടോ. ഈ ഒരു സ്ഥലത്തിൻ്റെ പേര് അപ്പോൾ ഹൈഡൽബർഗിലാണ്, königstuhl എന്ന് പറയും. അതിൻ്റെ ഗൂഗിൾ ലിങ്കും ഞാൻ ഇടാം.
അങ്ങനെ ഇത് വേറൊരു ദിവസത്തെ കാഴ്ചയാണ്. ശരിക്കും പറഞ്ഞാൽ ഈ ഒരു വർഷം ഇത്രയധികം മഞ്ഞ് പെയ്തൊരു വർഷം ഈ അടുത്തൊന്നും ഉണ്ടായിട്ടില്ല. ഡിസംബർ 1 തന്നെ നല്ല മഞ്ഞുണ്ടായിരുന്നു. ശരിക്കും വലിയൊരു സർപ്രൈസായിരുന്നു. ഒട്ടും പ്രതീക്ഷിക്കാതെ ഇങ്ങനെ പെട്ടെന്ന് മഞ്ഞ് കണ്ടപ്പോൾ ഡിസംബർ 1 തന്നെ ശരിക്കും ലോക്ക്ഡൗണൊക്കെ ആയി. പ്രകൃതിയുടെ തിരിച്ചുവരവ് തന്നെയാണെന്ന് പറയാം. അത്രക്കും നല്ല മഞ്ഞൊക്കെ ആയിരുന്നു ഈ പ്രാവശ്യം. അപ്പോൾ ഞാൻ എൻ്റെ ബാൽക്കണിയിൽ നിന്ന് ഉള്ള കാഴ്ചകളാണ് ഈ കാണുന്നത്. ശരിക്കും പറയാൻ മഞ്ഞ് എല്ലാവരോടും ചോദിക്കും നല്ലതാണോ ഇഷ്ടമാണോ എന്ന്. ഇഷ്ടമാണ്, പക്ഷേ അതെൻ്റെ വീട്ടിൽ നിന്ന് നല്ല ചൂടുള്ള ചായക്ക് ഇങ്ങനെ ഇതുപോലെ കുടിച്ചിട്ട് മഞ്ഞ് ആസ്വദിക്കാൻ നല്ലതാണ്. അല്ലാന്നുണ്ടെങ്കിൽ ഡെയിലി ലൈഫിൽ അത്ര പ്രാക്ടിക്കലൊന്നുമല്ല. പക്ഷെ കാണാൻ നല്ല ഭംഗിയാണ്. എത്ര കണ്ടാലും എല്ലാ പ്രാവശ്യം കാണുമ്പോൾ ഒരു ആദ്യത്തെ വട്ടം കാണുന്ന ഒരു ഫീലാണ്. അപ്പോൾ ഇതൊക്കെ കാണാൻ പറ്റിയതിൽ ഒരുപാട് ബ്ലെസ്ഡ് ആണെന്നൊരു ഫീലാണ്.